നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബെന്നി കൈനക്കലിനെതിരെയുള്ള വനംവകുപ്പിന്റെ കള്ളക്കേസ് പിൻവലിക്കണമെന്ന FRF ജില്ലാ സെക്രട്ടറി AC തോമസ്. തെറ്റായ നടപടികളിൽ പ്രതിഷേധിക്കുന്നവരെ തളർത്താനാണ് വനംവകുപ്പിന്റെ നടപടിയെന്ന AC തോമസ്. നീലഗിരിയിലെ കാട്ടുതീ സംയുക്തമായി പ്രതിരോധിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനം. മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിച്ച് LDF. ഭരണസമിതിയെ തിരഞ്ഞെടുത്തത് നറുക്കെടുപ്പിലൂടെ. വയനാടൻ കാപ്പി ബ്രാൻഡിംഗ് നടപടി ആരംഭിച്ചു. പ്രതീക്ഷയോടെ കാപ്പി കർഷകർ. ഉദ്ഘാടനം മാർച്ച് 2-ന്. കൈവശരേഖ ലഭിച്ച ആദിവാസികൾക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ ആനുകൂല്യം ലഭിക്കുന്നില്ലെന്ന പരാതി. കാട്ടിക്കുളം ആലത്തൂർ എസ്റ്റേറ്റിലെ അനധികൃത മരമുറി. പോലീസ് ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ. വിശദമായ വാർത്തകളിലേക്ക്. വടക്കനാട് ഗ്രാമസംരക്ഷണ സമിതി രക്ഷാധികാരി ബെന്നി കൈനക്കലിനെതിരെ വനംവകുപ്പെടുത്ത കള്ളക്കേസ് പിൻവലിക്കണമെന്ന FRF ജില്ലാ സെക്രട്ടറി AC തോമസ്. വനംവകുപ്പിന്റെ തെറ്റായ നടപടികളിൽ പ്രതിഷേധിക്കുന്നവരെ തളർത്താനാണ് ഇത്തരം നടപടികളെന്നും ഈ പ്രശ്നം FRF അടക്കമുള്ള കർഷക സംഘടനകൾ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ മുന്നോടിയായി FRF ജില്ലാ കമ്മിറ്റി വ്യാഴാഴ്ച അടിയന്തര യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കനാട് പ്രദേശങ്ങളിൽ വ്യാപകമായ കാട്ടുതീ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ വടക്കനാട് സമരസമിതിയുടെ നേതാവ് ബെന്നി കൈനക്കലിൻ്റെ പേരിൽ വനംവകുപ്പ് കേസെടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം വയനാട്ടിൽ നിന്നല്ല, ബാക്കി ഗുണ്ടൽപെട്ട, അതുപോലെ തന്നെ നമുക്കറിയാം മുതുമല, ബാണാസാഗർ മല, ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ കാട്ടുതീ പടർന്നു പിടിച്ചിട്ടുണ്ട്. സാധാരണ കർഷകരെന്ന് പറയുന്നത് കാട്ടുതീ ഒരിക്കലും കാട്ടിൽ കയറുകയോ അവർ കാടിന് തീ വെക്കാത്ത ആളുകളാണ്. അവരാണ് ശരിക്കും യഥാർത്ഥ കർഷകരാണ് വനവും വന്യജീവികളെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബെന്നിയുടെ പേരിലുള്ള കേസ് പിൻവലിക്കണം. യഥാർത്ഥ കാടിന് തീയിട്ട ആളുകൾ ആരാന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് വിഭാഗത്തെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കുകയും യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരുമെന്ന്. അല്ലാതെ സമരം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ന്യായമായ കാര്യങ്ങൾക്ക് സംസാരിക്കുന്ന ആളുകളുടെ പേരിൽ കേസെടുക്കുകയും അവരെ കേസ് എടുത്തുകൊണ്ട് അവരെ നിശബ്ദരാക്കാമെന്നുള്ള വ്യാമോഹം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട. അത് വളരെ അതിശക്തമായ സമരങ്ങളിലേക്ക് കർഷകരും കർഷക സംഘടനകളൊക്കെ തന്നെ മുന്നോട്ട് പോകും. മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് ഭരണം LDF തിരിച്ചുപിടിച്ചു. ഭരണസമിതിയെ തിരഞ്ഞെടുത്തത് നറുക്കെടുപ്പിലൂടെ. P ഭരതനെയാണ് പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. ബൈ ഇലക്ഷൻ LDF തന്നെ വിജയിക്കുകയാണെങ്കിൽ ഭരണം ഇപ്രകാരം തുടരും. ഇന്ന് രാവിലെ 11 മണിക്ക് ജില്ലാ വ്യവസായ കേന്ദ്രം റിട്ടേണിംഗ് ഓഫീസർ P പ്രേംരാജാണ് നറുക്കെടുപ്പിലൂടെ P ഭരതനെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. 19 വാർഡുകളുള്ള മുട്ടിൽ പഞ്ചായത്തിൽ LDFും UDFും 9 വാർഡുകളിലാണ് വിജയിച്ചിരുന്നത്. ഒരു വാർഡിൽ സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച AM നജി വിജയിക്കുകയും ചെയ്തു. പിന്നീട് LDFിനെ പിന്തുണച്ചു. പഞ്ചായത്ത് പ്രസിഡന്റായി. 4 മാസങ്ങൾക്ക് മുമ്പ് നജിയും പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും രാജിവെച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയും ഇലക്ഷൻ കമ്മീഷനും നജീബിന്റെ മെമ്പർ സ്ഥാനത്തിന് അയോഗ്യതയും കൽപ്പിച്ചു. മുട്ടിൽ പഞ്ചായത്തിലെ 13ാം വാർഡിലെ മെമ്പറായിരുന്നു നജീം. ഇപ്പോൾ ഈ വാർഡിന്റെ ചുമതല താൽക്കാലികമായി കൈകാര്യം ചെയ്യുന്നത് 16ാം വാർഡ് മെമ്പറായ നാദിറ മുജീബാണ്. കോടതിയും ഇലക്ഷൻ കമ്മീഷനും അയോഗ്യത പ്രഖ്യാപിച്ചുകൊണ്ട് 6 മാസത്തിന് ശേഷം ഈ വാർഡിൽ ബൈ ഇലക്ഷൻ നടക്കാം. ബൈ ഇലക്ഷനിൽ LDF തന്നെ വിജയിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഭരണം തുടരുകയും ചെയ്യും. മറിച്ചാണെങ്കിൽ 6 മാസങ്ങൾക്ക് ശേഷം പുതിയ പ്രസിഡന്റായിരിക്കും ഇനിയും മുട്ടിൽ പഞ്ചായത്തിൽ ഉണ്ടാവുക. MA നജീബിൻ്റെ രാജിക്ക് ശേഷം ഭരണ അനിശ്ചിതത്വത്തിലായിരുന്നു മുട്ടിൽ പഞ്ചായത്ത്. പിന്നീട് 9ാം വാർഡ് മെമ്പറായിരുന്ന UDFിലെ CK ബാലകൃഷ്ണനെ താൽക്കാലികമായി പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ഏറെ നാളായി മുട്ടിൽ പഞ്ചായത്തിലുണ്ടായിരുന്ന ഭരണ അനിശ്ചിതത്വത്തിനാണ് ഇതോടെ താൽക്കാലികമായെങ്കിലും തിരശ്ശീല വീണിരിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള സ്വീകരണ യോഗത്തിൽ CPM ജില്ലാ സെക്രട്ടറി P ഗഗാറിൻ പങ്കെടുത്തു. UDFിൻ്റെ കുതിരക്കച്ചവടത്തിന് തിരിച്ചടിയാണ് ഈ വിജയമെന്നും സത്യത്തിൻ്റെ വിജയമാണ് LDF നേടിയതെന്നും അദ്ദേഹം പറഞ്ഞു. മുട്ടിൽ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായിരുന്ന നജീബ് UDFുകാർ വലിയ രീതിയിലുള്ള കുതിരക്കച്ചവടം നടത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി ഭരണം നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഈ പണം നൽകിക്കൊണ്ട് തന്നെയാണ് ആളുകളെ കാലുമാറ്റുന്നതിനുള്ള രീതി UDF സ്വീകരിക്കുന്നത്. അത് ജനാധിപത്യ സംവിധാനത്തെ തകർക്കുക എന്ന് പറയുന്നത് UDFിൻ്റെ ഒരു രീതിയാണ്. ഇപ്പോൾ വയനാട് ജില്ലയിലെ തരിയോട് പഞ്ചായത്തിൽ BJPയുമായി കൂട്ടിയേർന്നുകൊണ്ടാണ് UDF
നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന് റീനയ്ക്കെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ബത്തേരി പഞ്ചായത്തിലും BJP അംഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് കുതിരക്കച്ചവടത്തിലൂടെ ഭരണം അട്ടിമറിക്കാൻ UDF നടത്തിയിട്ടുള്ള ശ്രമവും പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ഈ രീതി സ്വീകരിക്കുകയാണ്. ഇവിടെ സ്വതന്ത്രനായി മത്സരിച്ച നജീം നല്ല രീതിയിൽ ഇടതുപക്ഷ പിന്തുണയോടുകൂടി പഞ്ചായത്തിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇവിടെ UDF ഈ കച്ചവടം നടത്തിയത്. പക്ഷേ ആ കച്ചവടത്തിൽ UDFിൻ്റെ വേണ്ടി പ്രസിഡന്റ് പദവി രാജിവെച്ച കൂട്ടത്തിൽ മെമ്പർ സ്ഥാനവും രാജിവെച്ച് ഒപ്പിട്ട് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് നജീമിൻ്റെ അംഗത്വം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ജാഷിദ് കരീം, വയനാട് വിഷൻ, മുട്ടിൽ. നീലഗിരി ജൈവമണ്ഡലത്തിൽ പടർന്നു പിടിച്ച കാട്ടുതീ സംയുക്തമായി പ്രതിരോധിക്കാൻ തീരുമാനം. കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത മുതുമലയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി 50ഓളം ഫയർ വോളണ്ടിയർമാരടക്കം മുതുമല വന്യജീവി സങ്കേതത്തിൽ കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. നീലഗിരി ജൈവമണ്ഡലത്തിൽപ്പെടുന്ന വയനാട്, മുതുമല, ബന്ദിപ്പൂര് വന്യജീവി സങ്കേതങ്ങൾ പരസ്പരം അതിർത്തി പങ്കിടുന്നവയാണ്. ഇതിൽ ബന്ദിപ്പൂര്, മുതുമല, വയനാട് വന്യജീവി സങ്കേതങ്ങളിലെ കുറിച്ചേട് റേഞ്ച് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം തീ പടർന്നിരുന്നു. വയനാട് വന്യജീവി സങ്കേതത്തിലുണ്ടായ തീ ശമിച്ചെങ്കിലും ബന്ദിപ്പൂർ, മുതുമല തുടങ്ങിയവിടങ്ങളിലുള്ള തീ ശമിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് 3 സംസ്ഥാനങ്ങളിലെയും വനപാലകർ യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് കാട്ടുതീ കൂട്ടായി പ്രതിരോധിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി 3 സംസ്ഥാനങ്ങളിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പറുകൾ കൈമാറി വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഭാഗത്ത് തീയുടെ സാന്നിധ്യം കണ്ടാൽ ഉടൻ വിവരമറിയിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാൻ ഇതിലൂടെ സാധിക്കും. കൂടാതെ ഏത് ഭാഗത്തും തീ കണ്ടാലും അതിർത്തി നോക്കാതെ തീ കെടുത്തുന്നതിനും തീരുമാനമെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാട്ടുതീയിൽ മുതുമല, ബന്ദിപ്പൂർ എന്നിവിടങ്ങളിലായി 4000 ഹെക്ടർ വനഭൂമിയാണ് കത്തി നശിച്ചത്. വയനാട് വന്യജീവി സങ്കേതം, നോർത്ത്, സൗത്ത് വയനാട് വനം ഡിവിഷനുകളിലായി 1197 ഹെക്ടർ വനഭൂമിയും കത്തി നശിച്ചു. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. വയനാടൻ കാപ്പി ബ്രാൻഡിങ്ങിന് നടപടി തുടങ്ങി. പ്രതീക്ഷയോടെ വയനാട്ടിലെ കാപ്പി കർഷകർ. കാർബൺ ന്യൂട്രൽ വില്ലേജ് കോഫി പാർക്കിന്റെ ഉദ്ഘാടനം മാർച്ച് 2-ന് വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ നിർവഹിക്കും. വയനാടൻ കാപ്പി ബ്രാൻഡ് ചെയ്യുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി കൽപ്പറ്റയിൽ സ്പെഷ്യൽ ഓഫീസ് തുടങ്ങും. ഇതിനായി സ്പെഷ്യൽ ഓഫീസർമാർ, 2 കൺസൾട്ടന്റ്മാർ എന്നിവരെ വ്യവസായ വകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി മലബാർ കാപ്പി എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത് വിൽപ്പന നടത്തുമെന്ന് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. കാപ്പി കൃഷി പ്രോത്സാഹനത്തിനായി 150 കോടി രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. വയനാടൻ കാപ്പി ബ്രാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ 100 ഏക്കർ സ്ഥലത്ത് പ്രത്യേകം കാർബൺ ന്യൂട്രൽ മേഖല ഒരുക്കി കാപ്പി കൃഷി ചെയ്യും. ഇതിനായി ഭൂമി കണ്ടെത്താൻ കിൻഫ്രയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കാർബൺ ന്യൂട്രൽ മേഖലയിലെ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വൻ ഡിമാൻഡും ഉയർന്ന വിലയുമാണ് ലഭിക്കുന്നത്. കാർബണിന്റെ അളവ് കുറയ്ക്കുന്നതിന് ജില്ലയിൽ 1.5 ലക്ഷം കാപ്പിച്ചെടികൾ നട്ടുപിടിപ്പിക്കാനും വ്യവസായ വകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട്. 3 വർഷം കൊണ്ട് വിളവെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം കർഷകരിൽ നിന്നും കാപ്പിക്കുരു മാന്യമായി വില നൽകി കോഫി പാർക്കിൽ ശേഖരിക്കും. പാർക്കിൽ സ്ഥാപിക്കുന്ന ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി ബ്രാൻഡ് ചെയ്ത് വിപണിയിലെത്തിക്കും. കാപ്പി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം പ്രതിസന്ധിയിലായ കർഷകർക്ക് വരുമാന വർധനവും ലക്ഷ്യമിട്ടാണ് സംസ്ഥാനത്ത് തന്നെ ആദ്യമായി കാർബൺ ന്യൂട്രൽ വില്ലേജ് കോഫി പാർക്ക് ജില്ലയിൽ സ്ഥാപിക്കുന്നത്. അനുപവർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. വനാവകാശ നിയമപ്രകാരം കൈവശരേഖ കിട്ടിയ ആദിവാസി കർഷകർക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി കർഷകർ രംഗത്ത്. കേന്ദ്ര സർക്കാർ അനുവദിച്ച ആനുകൂല്യം 21-ാം തീയതി സ്വീകരിക്കുകയും 22 മുതൽ അപേക്ഷകൾ സ്വീകരിക്കാതിരിക്കുകയുമാണ് ചെയ്തത്. പൂതാടി കൃഷി ഓഫീസിൽ വിവരം തിരക്കിയപ്പോൾ പുതിയ ഉത്തരവ് വന്നാൽ മാത്രമേ അപേക്ഷ സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ഈ ഭൂമിയുടെ രേഖകൾ വെച്ച് സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങൾ, വിവിധ പദ്ധതികളുടെ ഭവന നിർമ്മാണം, തൊഴിലുറപ്പ് പദ്ധതിയിൽ തോട്ടം പണി, കൃഷിഭവനിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുമ്പോഴാണ് അധികൃതർ അവഗണിക്കുന്നതെന്നും കർഷകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഴയ പൂതാടി ഗ്രാമപഞ്ചായത്തിൻ്റെ 5-ാം വാർഡ് CMO 73 കോളനിയിലെ താമസക്കാരാണ്. അപ്പോൾ ഇതുപോലെ തന്നെ അവിടെ 306 കുടുംബക്കാരുണ്ട്. അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ വിവിധ മേഖലകളിൽ ആയിട്ട് 10,000-ഓളം ആളുകൾ വനാവകാശ രേഖ പ്രകാരം കൃഷി ചെയ്ത് വരുന്നവരുണ്ട്. അവരുടെ ഇപ്പോൾ സർക്കാർ പറയുന്ന കണക്കനുസരിച്ച് അവരുടെ നികുതി ഇല്ലാത്തത് കൊണ്ട് 2018-19 വർഷത്തെ നികുതി അടച്ചവരുടെ മാത്രം അപേക്ഷ സ്വീകരിച്ചാൽ മതി എന്നാണ് ഒരു സർക്കാർ ഓർഡർ ഇട്ടിരിക്കുന്ന ഉത്തരവിൻ്റെ കടലാസൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. എങ്കിൽ പോലും അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് നികുതി എടുക്കാൻ സർക്കാർ തയ്യാറാവണം. അത് നികുതി അടയ്ക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്. അങ്ങനെയെങ്കിലും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാവണം എന്നാണ് പറയുന്നത്.
കാട്ടിക്കുളം ആലത്തൂർ എസ്റ്റേറ്റിൽ നിന്ന് അനധികൃതമായി മരം മുറിച്ചു കടത്തിയ സംഭവം പോലീസ് ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ. നിയമലംഘനത്തിന് കൂട്ടുനിന്നവർക്കെതിരെയും നടപടി ഉണ്ടായേക്കും. കാട്ടിക്കുളം ആലത്തൂർ എസ്റ്റേറ്റിൽ നിന്നും അനധികൃതമായി മരം മുറിച്ചു കടത്തിയ സംഭവത്തിൽ ആഭ്യന്തര വിജിലൻസ് വകുപ്പിനോട് അന്വേഷിക്കാൻ ശുപാർശ. ബ്രിട്ടീഷ് പൗരന്റെ അവകാശമില്ലാത്ത കാട്ടിക്കുളത്തെ 254.5 ഏക്കർ ഭൂമി കേരള അന്യനിൽപ്പും കണ്ടുകെട്ടലും 1964 ആക്ട് പ്രകാരം എസ്റ്റേറ്റായി പ്രഖ്യാപിച്ച സാഹചര്യത്തിലും ബത്തേരി സബ് കോടതിയിൽ 2006 നവംബറിൽ കേസ് നിലവിലുള്ളപ്പോൾ ആലത്തൂർ എസ്റ്റേറ്റിൽ നിന്നും കോടതി ഉത്തരവ് നിലനിൽക്കെ കോടിക്കണക്കിന് രൂപയുടെ മരങ്ങൾ മുറിച്ചു കടത്തിയതായി ഫോറസ്റ്റ് വിജിലൻസ് ഫ്ലൈയിംഗ് സ്ക്വാഡ് കോഴിക്കോട് വിഭാഗം കണ്ടെത്തിയിരുന്നു. എന്നാൽ 2008 മുതൽ 2013 വരെയുള്ള വിവിധ കാലയളവിൽ മരം മുറിക്കാൻ അനുമതി നൽകിയത് എസ്റ്റേറ്റ് ഉടമയെ സഹായിച്ച് അധികാരം ദുരുപയോഗം ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാലയളവിൽ മാനന്തവാടി ഫോറസ്റ്റ് ഡിവിഷനിൽ ഓഫീസർമാരായുണ്ടായിരുന്ന മുൻ റേഞ്ച് ഓഫീസർമാരായ പി രാമകൃഷ്ണൻ, അജിത് കെ രാമൻ, അനൂപ് കുമാർ, പി കെ രാധാകൃഷ്ണൻ, അഭിലാഷ് ജമാൽ, അമീൻ കെ ജോസ് അടക്കം 12 റേഞ്ച് ഓഫീസർമാർക്കെതിരെ ക്രമക്കേടുകൾക്ക് ഒത്താശ ചെയ്തുവെന്നാണ് വനംവകുപ്പിന്റെ വിജിലൻസ് വിഭാഗം ഫ്ലൈയിംഗ് സ്ക്വാഡ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവർക്കെതിരെ അന്വേഷണം നടത്താനും ശുപാർശയുണ്ട്. ദുരൂഹ സാഹചര്യത്തിൽ എഡ്വേർഡ് ജുബാർട്ട് വാനിങ്ങൻ മരണപ്പെട്ട സമയത്ത് തന്നെ എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കം റവന്യൂ വകുപ്പ് വ്യാജ ദത്തുപുത്രനായ മൈക്കിൾ ഈശ്വറിന്റെ കൈകളിലെത്തിപ്പിക്കാൻ മനഃപൂർവ്വം നടപടികൾ വൈകിപ്പിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ കാലയളവിൽ ഫയൽ പ്രസ്തുത ഓഫീസിൽ കാണാനില്ലെന്നാണ് കണ്ടെത്തിയത്. ഇതിനാൽ അന്വേഷണത്തിൽ പൂർണ്ണത കൈവരിക്കാൻ പോലീസ് ആഭ്യന്തര വിജിലൻസ് അന്വേഷിച്ചാൽ സത്യം പുറത്തുവരുമെന്നാണ് കരുതുന്നത്. സുരേഷ് ബാബു, വയനാട് വിഷൻ, കാട്ടിക്കുളം. ചീരാൽ വന്യമൃഗശല്യത്തെ തുടർന്ന് ഹെക്ടർ കണക്കിന് വയലുകൾ തരിച്ചിടുന്നു. ജലലഭ്യതയും അനുകൂല സാഹചര്യവുമുണ്ടെങ്കിലും കർഷകർ പുഞ്ചകൃഷി പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുകയാണ്. ചീരാൽ കണ്ണിവട്ടത്താണ് രൂക്ഷമായ വന്യമൃഗശല്യത്തെ തുടർന്ന് കർഷകർ നെൽകൃഷി പാടെ ഉപേക്ഷിക്കുന്നത്. നൂൽപ്പുഴ വനത്തിൽ നിന്നും പ്രദേശത്തെത്തുന്ന പന്നി, മാൻ, കുരങ്ങ്, മയിൽ തുടങ്ങിയവയാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത്. നഞ്ചിയും പുഞ്ചിയും ചെയ്യാവുന്ന പ്രദേശങ്ങൾ ഇവിടെ അപൂർവമാണ്. ജലലഭ്യതയും മറ്റ് സൗകര്യങ്ങളുണ്ടെങ്കിലും കൃഷി ഉപേക്ഷിക്കാൻ കർഷകർ നിർബന്ധിതരാകുകയാണ്. വന്യമൃഗശല്യം ദുരിതമാകുമ്പോഴും അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു. കാലാവസ്ഥയും വന്യമൃഗശല്യവും വിള തകർച്ചകളും കർഷകരെ പൂർണ്ണമായും ദുരിതത്തിലാക്കുകയാണ്. ശക്തമായ പ്രതിരോധ സംവിധാനമൊരുക്കി വന്യമൃഗശല്യത്തിൽ നിന്ന് സംരക്ഷണം നൽകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ഇവിടെ ഈ പരിസരത്തിൽ വർഷങ്ങളോളായി നഞ്ചകൃഷിയും പുഞ്ചകൃഷിയൊക്കെ എടുക്കുന്ന സ്ഥലമാണ്. തരിശ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നഞ്ചി എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി, പുഞ്ചി എടുക്കാനും പറ്റാത്ത അവസ്ഥയായി. ഇതെങ്ങനെ കിടക്കുകയാണ്? ഒന്ന് ഈ മൃഗങ്ങളെ ശല്യം കാരണം, ഒന്ന് പന്നി, അതുപോലെ തന്നെ മാനും കാട്ടാടും മയിലും ഇന്ന് വേണ്ട എല്ലാ സംഭവവും ഇപ്പോൾ കുരങ്ങടക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ ഇതിപ്പോൾ ഞങ്ങളുടെ വെറുതെ വാഴ പോലും വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ബുദ്ധിമുട്ടി കിടക്കുന്നത്. ഒരു പയറ് വിതയ്ക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചു ഈ വന്യമൃഗ ശല്യം കാരണം. ഇതിന് എന്തായാലും ശരി ഒരു തക്കതായ ഒരു പരിഹാര മാർഗം ഉണ്ടായിട്ടില്ലെങ്കിൽ കൃഷിയൊന്നും ചെയ്യാൻ പറ്റാതെ കണ്ട് ഇവിടുത്തെ കർഷകർ ആകെ കഷ്ടത്തിലാവും എന്നല്ല, ദാരിദ്ര്യത്തിലേക്ക് തന്നെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് വിഷൻ, ചീരാൽ. വീട്ടമ്മയെ പാതിരാത്രിയിൽ വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി. ബത്തേരി കുപ്പാടി പാലത്തിങ്കൽ കുര്യാക്കോസിന്റെ ഭാര്യ ജയശ്രീയാണ് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് സംഭവം. വാതിൽ തകർത്ത് വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ജയശ്രീ പറയുന്നു. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ഈ സംഭവം ഇവിടെ നടന്നിട്ടുള്ളത്. ഇവർ നമ്മുടെ വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയിട്ടാണ് എന്നെ ഉപദ്രവിച്ചിട്ടുള്ളത്. എന്നെ വലിച്ച് നിലത്തിട്, എൻ്റെ നൈറ്റ് പിടിച്ച് വലിച്ച് കയറുകയും, എൻ്റെ കൈക്ക് പരിക്കുണ്ട്, എൻ്റെ കഴുത്തിൻ്റെ ഇവിടെ പരിക്കുണ്ട്, അങ്ങനെ പരിക്കുമുണ്ട്. എനിക്ക് കയ്യേറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വീട് അതിക്രമിച്ചാണ് അവർ കയറിയിട്ടുള്ളത്. അവരുടെ കയ്യിൽ വടിവാള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഇരുമ്പിൻ്റെ ആയുധങ്ങളും ഉണ്ടായിരുന്നു. തുടർന്ന് ഭർത്താവ് ബഹളം വെച്ചതോടെ സംഘം ഭീഷണി മുടക്കി ഇറങ്ങിപ്പോവുകയും ചെയ്തു. സംഭവം ബത്തേരി പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി. ആക്രമണം നടത്തിയവർ പ്രദേശത്തുള്ളവരാണെന്നും ഇവർ ആരോപിച്ചു. സംഭവത്തിൽ ബത്തേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വയനാട് വിഷൻ, ബത്തേരി. വള്ളിയൂർക്കാവ് ഉത്സവത്തിന്റെ ധനശേഖരണാർത്ഥം ആദ്യ ഫണ്ട് വൈജസ് ജ്വാലിനി അവയിൽ നിന്നും ഉത്സവാഘോഷ കമ്മിറ്റി രക്ഷാധികാരി NK മന്മഥൻ ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് M വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ ശ്രീലത കേശവൻ, ട്രസ്റ്റിമാരായ HM ഗോപി, EP മോഹൻദാസ്, T രത്നാകരൻ, ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി PV സുരേന്ദ്രൻ, EK ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. ഫണ്ട് സ്വീകരണ വേദിയിൽ വെച്ച് തന്നെ രക്ഷാധികാരി കൂടിയായ NK മന്മഥൻ ഉത്സവാഘോഷത്തിനായി സംഭാവനയും നൽകി.
മാനന്തവാടി വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവം എക്സിബിഷൻ ട്രേഡ് ഫെയറിന്റെ കാൽനാട്ടുകർമ്മം നടത്തി. OR കേളു MLA കാൽനാട്ടുകർമ്മം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ശ്രീലത കേശവൻ, ക്ഷേത്ര ട്രസ്റ്റിമാരായ എച്ച്. ഗോപി, EP മോഹൻദാസ്, P. രത്നാകരൻ, ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. വേണുഗോപാൽ, സെക്രട്ടറി PV സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കാവുങ്കര ഇല്ലത്ത് രാജൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പൂജ നടത്തിയ ശേഷമാണ് കാൽനാട്ടുകർമ്മം നടത്തിയത്. ബത്തേരി ശ്രീ മാരിയമ്മൻ ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റ് ക്ഷേത്ര സമിതി പ്രസിഡന്റ് KG ഗോപാലപിള്ള നിർവഹിച്ചു. മാർച്ച് 5 വരെ നീണ്ടുനിൽക്കുന്ന മഹോത്സവത്തിൽ താലപ്പൊലി, സാംസ്കാരിക സമ്മേളനം, വിദ്യാഗോപാല മന്ത്രാർച്ചന, ഭക്തിഗാനമേള, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. കുപ്പാടി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്ര മഹോത്സവം സമാപിച്ചു. 3 ദിവസങ്ങളിലായി നടന്ന മഹോത്സവത്തിൽ പൊങ്കാല, അന്നദാനം, ഗാനമേള, പ്രാദേശിക കലാപരിപാടികൾ എന്നിവ നടന്നു. 3ാം ദിനമായ ഇന്ന് ഗുളികൻ തിരയോടെ മഹോത്സവം സമാപിച്ചു. കമ്പളക്കാട് ഗവൺമെന്റ് UP സ്കൂൾ 89ാമത് വാർഷികാഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടത്തി. CK ശശീന്ദ്രൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. കുഞ്ഞായിഷ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സ്കൂൾ കലോത്സവ വിജയികൾക്കുള്ള സമ്മാന വിതരണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ P. ഇസ്മയിൽ, DPO ബാബുരാജ് എന്നിവർ നിർവഹിച്ചു. കുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ജനൽച്ചില്ലുകളും ഗേറ്റും സാമൂഹ്യവിരുദ്ധർ തകർത്തു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. സ്കൂൾ അധികൃതർ ബത്തേരി പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം നടന്നത്. പുതുതായി നിർമ്മിച്ച ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ ചില്ലുകളും സ്കൂൾ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുന്ന ഗേറ്റും സാമൂഹ്യവിരുദ്ധർ അടിച്ചും എറിഞ്ഞുമാണ് തകർത്തത്. 10 ജനൽ ചില്ലുകളാണ് തകർത്തത്. ഇതിനു മുമ്പും ഇത്തരത്തിൽ സ്കൂളിന് നേരെ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം ഉണ്ടായിട്ടുണ്ട്. സംഭവത്തിൽ സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകി. സ്കൂളിനു നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ തടയാൻ പോലീസും ബന്ധപ്പെട്ട അധികൃതരും തയ്യാറാകണമെന്ന് PTA ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇപ്പോൾ കുറച്ച് നാളുകളായി സാമൂഹ്യവിരുദ്ധരുടെ ശല്യം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി സ്കൂളിൻ്റെ ജനലുകൾ, അതുപോലെ തന്നെ ഗ്രില്ലിൻ്റെ പൂട്ട് പൊളിക്കുക, അതേപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ ഡോറ് പൊളിച്ച് സാമൂഹ്യ വിരുദ്ധർ കയറി കുറേ നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്. കുപ്പാടിയുടെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പുരോഗതി ആർജിക്കുന്ന ഒരു സ്ഥാപനത്തെ ബോധപൂർവം നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഇതിനെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിന് ഉന്നത ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെടലുകൾ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ മറ്റേ പൊതു സമൂഹത്തിൻ്റെയും ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് PTAയുടെ ഭാഗത്തു നിന്നിട്ട് അഭ്യർത്ഥിക്കും. വയനാട് വിഷൻ, ബത്തേരി. വടുവഞ്ചാൽ കടച്ചിക്കുന്നിലെ മധ്യവയസ്കന്റെ ദുരൂഹ മരണം, ഒരാൾ കസ്റ്റഡിയിൽ നിന്ന് സൂചന. കടച്ചിക്കുന്നിൽ മാമല വീട്ടിൽ സണ്ണിയെയാണ് കഴിഞ്ഞ ദിവസം വഴിവെക്കിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് ആശുപത്രിയിൽ വെച്ച് ഇയാൾ മരണപ്പെടുകയായിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ബന്ധുക്കൾ അന്നു തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ സണ്ണിയുടേത് സ്വാഭാവിക മരണമല്ലെന്ന് തെളിഞ്ഞിരുന്നു. സണ്ണിയുടെ കൂടെ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന കടച്ചിക്കുന്ന് സ്വദേശിക്ക് സംഭവവുമായി ബന്ധമുണ്ടെന്നാണ് സംശയിക്കുന്നത്. സണ്ണി പരിക്കേറ്റ് കിടന്ന സ്ഥലത്ത് ഇന്ന് പോലീസും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. ദുരൂഹ സാഹചര്യത്തിലാണ് സണ്ണി മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ജനങ്ങളിലാകെ വലിയൊരു ആശങ്കയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് കുറ്റവാളികൾക്ക് കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ട് ഊർജിതമായ അന്വേഷണം നടക്കണമെന്നാണ് നാട്ടുകളെ ആളുകൾ എല്ലാവരുടെയും ആവശ്യം. കാരണം പോലീസ് ഈ സംഭവം നടന്നിട്ട് ദിവസത്തായി. അപ്പോൾ ജനങ്ങളുടെ ഉള്ളിൽ ഒരു ആശങ്കയുണ്ട്. ഇവിടുത്തെ MLAയ്ക്കും അതുപോലെ മുഖ്യമന്ത്രിക്കും DGPക്ക് അടക്കം പരാതികൾ CPM നിലയ്ക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ അനുഭാവി നിലയ്ക്ക് തന്നെ ഇത് മാധ്യമങ്ങളിൽ തന്നെ ഇതൊരു വലിയ ചർച്ച പോലും ആയില്ല എന്ന ഭാഗമായി തന്നെ ജനങ്ങളിൽ വലിയ ഒരു പ്രതിഷേധം തന്നെ ഉണ്ട്. ഡോക്ടർമാരെ നിയമിച്ചിട്ടുണ്ടെങ്കിലും തരിയോട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല. ദിനംപ്രതി എത്തുന്ന രോഗികൾ OPയിലെ ഡോക്ടർമാരെ കാണാൻ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. തരിയോട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ 4 ഡോക്ടർമാരെയാണ് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ദിനംപ്രതി രോഗികൾ OPയിലെത്തുമ്പോൾ ഡോക്ടർമാരെ കാണാൻ മണിക്കൂറുകളും കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. രാവിലെ 8 മണി മുതൽ OP ടിക്കറ്റ് എടുത്ത് കൈക്കുഞ്ഞുങ്ങളുമായി വരുന്ന അമ്മമാരും പ്രായമായവരും ആശുപത്രി വരാന്തയിൽ 1-2 മണിക്കൂറാണ് കാത്തിരിക്കുന്നത്. 4 ഡോക്ടർമാരാണ് തരിയോട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഉള്ളത്. ഇതിൽ 4 ഡോക്ടർമാരുണ്ടായിട്ടും
ഒരു ഡോക്ടറുടെ സേവനമാണ് പലപ്പോഴും രോഗികൾക്ക് ലഭിക്കാറ്. ഒരു ഡോക്ടർ ആഴ്ചയിൽ ഒരു ദിവസം നടക്കുന്ന ജീവിതശൈലി രോഗങ്ങളുടെ ക്യാമ്പിലെ രോഗികളെ പരിശോധിക്കാൻ പോകും. മറ്റൊരു ഡോക്ടർ രാവിലെ മുതൽ ഫീൽഡിലായിരിക്കും. മെഡിക്കൽ ഓഫീസറായ ഡോക്ടർക്ക് ഓഫീസ് കാര്യങ്ങൾ നോക്കുന്നതിനാൽ OPയിലെ രോഗികളെ വളരെ കുറച്ച് സമയം മാത്രമേ നോക്കാൻ സമയം കിട്ടുകയുള്ളൂ. ദിനംപ്രതി ശരാശരി 300-350 രോഗികൾ വരുന്ന ഈ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ 1-2 മണിക്കൂർ കാത്തിരുന്നാണ് ഡോക്ടറെ കാണാൻ കഴിയുന്നത്. രാവിലെ മുതൽ വന്നിരിക്കുന്നതാണ് ഞങ്ങൾ ചെന്നലോട് ആശുപത്രിയിൽ. പിന്നെ 11 മണിക്ക് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കുട്ടികളെയും കൊണ്ടിരിക്കുന്ന ഒറ്റ ഡോക്ടറുള്ളൂ. 4 ഡോക്ടർമാരുണ്ട്. എല്ലാവരും ഇറങ്ങി അപ്പുറത്ത് ഇപ്പുറത്ത് റൂമിൽ പോയിട്ട് ഓരോരുത്തരോട് വർത്തമാനം പറയാൻ ആരും പരിശോധിക്കുന്നില്ല. എന്ത് ഞങ്ങൾ ചെയ്യണം? ഇതിനൊരു പരിഹാരം കണ്ടെത്തന്നെ വേണം. ഞങ്ങൾക്കാവില്ല ഇങ്ങനെ താങ്ങി നിൽക്കാൻ. തല കറങ്ങിയിട്ട് വീണിട്ട് പൊട്ടിയിട്ട് ഒടിഞ്ഞിട്ടൊക്കെ കൊണ്ടുപോയിട്ട് ആശുപത്രിയിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞങ്ങൾ രാവിലെ വന്നത്, ഞങ്ങൾക്കാവില്ല. ഇനി വീട്ടിലേക്ക് എങ്ങനെ തിരിച്ചെത്തും? ഞങ്ങൾ ഓട്ടോ കയറാൻ പറ്റില്ല, ബസ്സിൽ കയറാൻ പറ്റില്ല. തല കറങ്ങിയിട്ട് ഞങ്ങളൊരു വെള്ളം കുടിക്കാതെ നിൽക്കുന്നത്. എന്തെന്നാ ഞങ്ങൾ ചെയ്യേണ്ടത്? ഇതിനൊരു പരിഹാരം കണ്ടെത്തന്നെ വേണം. തരിയോട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രമായ പടിഞ്ഞാറത്തറ കാപ്പുന്ന് കേന്ദ്രത്തിൽ ആഴ്ചയിൽ 3 ദിവസം മാത്രമേ OP ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറത്തറ, ചെന്നലോട്, തരിയോട്, പിണങ്ങോട് എന്നിവിടങ്ങളിലുള്ള രോഗികൾ 7-8 കിലോമീറ്ററുകൾ ദൂരെ നിന്ന് ബസ് കയറിയും ഓട്ടോറിക്ഷ വിളിച്ചുമാണ് തരിയോട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തെ ആശ്രയിക്കുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഡോക്ടറെ കാണാൻ വരുമ്പോൾ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് രോഗികൾക്ക്. എത്രയും പെട്ടെന്ന് ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്ന രീതിയിൽ അധിക ഡോക്ടർമാരെ നിയമിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിജു, വയനാട് വിഷൻ, പടിഞ്ഞാറത്തറ. സേവന ഉൽപാദന പശ്ചാത്തല മേഖലയ്ക്ക് സന്തുലിതമായ പരിഗണന നൽകി പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 2019-20 സാമ്പത്തിക വർഷത്തെ ബജറ്റ് 39,70,84,000 രൂപ വരവും 43,13,19,000 രൂപ ചിലവും 2,14,58,1 രൂപ ബാക്കിയുമുള്ള ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ പോൾ അവതരിപ്പിച്ചത്. ഭവനരഹിതരല്ലാത്ത പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് ബജറ്റിൽ മുഖ്യ പരിഗണന നൽകി. 13,19,000 രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മുടെ മൊത്തം അടുത്ത വർഷത്തെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം കൂട്ടുമ്പോൾ 43,34,64,800 രൂപ. നമ്മൾ കണ്ടെത്തിയ എല്ലാ പ്രൊജക്റ്റുകൾക്കും പദ്ധതികൾക്കും വിവാഹം ചെയ്യുന്ന എല്ലാം ചെലവഴിക്കുന്നതിന് വേണ്ടി നീക്കിവെക്കുന്ന തുക, ചെലവുകൾക്കായിട്ട് നീക്കിവെക്കുന്ന തുക 43,13,19,000 രൂപയാണ്. അപ്പോൾ വെറും ഒരു 21,40,500 രൂപ നീക്കി ബാക്കി ആണ് നമ്മൾ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഈ നാട്ടിൽ ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു. അങ്ങനെ ചെലവഴിച്ച് കഴിയുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ വലിയ ദൃശ്യങ്ങൾ, നല്ല മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ അനുഭവവേദ്യമാകും. ഭവന നിർമ്മാണത്തിനും കാർഷിക മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും മുൻതൂക്കം നൽകി പനമരം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് 50,92,68,404 രൂപ വരവും 50,65,63,024 രൂപ ചിലവും 26,95,380 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് T മോഹനൻ അവതരിപ്പിച്ചത്. കബനി നദീ സംരക്ഷണവും സൗന്ദര്യവൽക്കരണങ്ങൾക്കുമായി 6 ലക്ഷം രൂപ വകയിരുത്തി. പുതിയ ബസ് സ്റ്റാൻഡും ബൈപ്പാസിനും യഥാക്രമം 2 കോടിയും 1 കോടി രൂപയുമായി വകയിരുത്തി. പനമരത്തുള്ള മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം വീടില്ലാത്ത ആളുകൾക്ക് മുഴുവൻ വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളൊരു പദ്ധതിക്ക് തന്നെയാണ് മുൻഗണന നൽകുന്നത്. അതിൻ്റെ മുന്നോടി എന്നുള്ള നിലയിൽ സംസ്ഥാന ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ കേന്ദ്രാവിഷ്കൃത ഫണ്ടും മറ്റ് നമ്മുടെ സന്നദ്ധ സംഘടനകളും എല്ലാവരും തന്നെ ഒത്തൊരുമിച്ച് ശ്രമിച്ചതിൻ്റെ ഫലമായി നമുക്ക് ഏകദേശം 70-80% നമുക്ക് എത്തിക്കാൻ കഴിയും. പക്ഷേ ഇനിയും നമ്മുടെ മുമ്പിൽ കുറേയധികം വൈതരണികളുണ്ട്. നമ്മുടെ നാട്ടിൽ പാവങ്ങളായ സ്വന്തമായി പാർപ്പിടമില്ലാത്ത ഭൂമിയില്ലാത്ത ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരക്കാരെ കൂടെ കണ്ടെത്തിക്കൊണ്ട് സന്നദ്ധ സംഘടനകളുടെ കൂടെ സഹായം തേടിക്കൊണ്ട് അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പ്രത്യാശയോടുകൂടി തന്നെയാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകി അമ്പലവയൽ പഞ്ചായത്തിന്റെ 2019-20 വർഷത്തേക്കുള്ള ബജറ്റ് 26,82,1,462 രൂപ ആകെ വരവും 22,36,864 രൂപ നീക്കി ബാക്കിയുമുള്ള ബജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM തോമസ് ആണ് അവതരിപ്പിച്ചത്. ദിശാബോധമുള്ള ബജറ്റാണിതെന്ന് ഭരണസമിതി അവകാശപ്പെട്ടു. എന്നാൽ കണക്കിലെ കളികൾ മാത്രമാണ് ബജറ്റെന്നും കഴിഞ്ഞ തവണ ബജറ്റ് അംഗീകാരം ലഭിച്ചിട്ടും പദ്ധതികളിൽ പലതും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ആരോഗ്യമുള്ള ജനതയ്ക്ക് മായമില്ലാത്ത ഭക്ഷണം സ്വയം ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നെൽകൃഷിക്കും പച്ചക്കറി കൃഷിക്കും ക്ഷീരമേഖലയ്ക്കും മുൻതൂക്കം നൽകിക്കൊണ്ട് എടവക ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. നെൽകൃഷി പ്രോത്സാഹനത്തിനായി ഗ്രാമപഞ്ചായത്ത് വീതം 20 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് വീതം 10 ലക്ഷം രൂപയും കൂടി 40 ലക്ഷം രൂപ വകയിരുത്തുന്നു.
മാതൃകാ കർഷകരുടെ തോട്ടങ്ങൾക്ക് സഹായം, കർഷക പരിശീലനം എന്ന പദ്ധതിയിൽ 2,50,000 രൂപ വകയിരുത്തി. 28,01,76,000 രൂപ വരവും 28,03,05,100 രൂപ ചിലവും 12,09,100 രൂപ മിച്ചവുമുള്ള ബജറ്റ് എടവക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നജ്മുദ്ദീൻ മുടമ്പത്ത് അവതരിപ്പിച്ചു. പ്രസിഡന്റ് ഉഷാ വിജയൻ അധ്യക്ഷത വഹിച്ചു. അതേസമയം കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പല പദ്ധതികളും ഇനിയും നടപ്പിലായിട്ടില്ലെന്നും ഈ ബജറ്റ് വെറും തട്ടിക്കൂട്ടിയ ബജറ്റാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഈ ഭരണസമിതിക്ക് മുമ്പായ ബഡ്ജറ്റിൽ വിലയിരുത്തപ്പെട്ട കാര്യങ്ങൾ പ്രധാനതാണ്. നമുക്ക് അറിയാം, പാണ്ടിക്കടവ് മാനന്തവാടി നഗരസഭയോട് അടുത്തിരിക്കുന്ന പാണ്ടിക്കടവിലെ ആ പ്രദേശത്താണ് നമ്മുടെ കാലിച്ചന്ത നവീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 1 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തി എന്നാണ് പറയുന്നത്. ആധുനിക അറവുശാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അറവുശാല നിർമ്മാണം നടത്തിയില്ല എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന വരുമാന സ്രോതസ്സുള്ള പഞ്ചായത്തിൻ്റെ ബിൽഡിംഗ് പൊളിച്ച് നീക്കിയിരിക്കുക. ഇനി വെറും 30 ദിവസം മാത്രമാണ് ഈ സാമ്പത്തിക വർഷത്തിൽ അവശേഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ളത് പൊളിക്കുന്നു, മാത്രമല്ല വെച്ച ബഡ്ജറ്റിലെ ഒരു പണം പോലും അതുമായി നടപ്പിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ഏറ്റവും കൂടുതൽ അന്തർ സംസ്ഥാന യാത്രക്കാരുൾപ്പെടെയുള്ള ഏറ്റവും കൂടുതൽ 100 ആളുകൾ ദിനംപ്രതി യാത്ര ചെയ്ത് സംഗമിക്കുന്ന സ്ഥലമാണ്, പ്രധാന ടൗണാണ് 4 മൈൽ പ്രദേശം. ആ 4 മൈൽ പ്രദേശത്തിൽ കഴിഞ്ഞ കാലയളവിലെ ഭരണസമിതിയുടെ കാലയളവിലുണ്ടായിരുന്ന 3 ബസ് സ്റ്റോപ്പുകളുണ്ടായിരുന്നു. ആ ബസ് ഷട്ടറുകൾ 3 തകർത്ത് തരിപ്പണമാക്കി. എന്നിട്ട് പൊതു സ്ഥലങ്ങളിൽ ഇതിനാവശ്യമായ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് 60 ലക്ഷം രൂപ വെച്ച് മാറ്റി വകയിരുത്തിയെന്ന് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞു. അതും ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇതേ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇടച്ചന തറവാട് പോലെ നിൽക്കുന്ന ഈ കൊച്ചു ഗ്രാമപഞ്ചായത്തിൽ എള്ളുമൊന്നും ഒരപ്പ് പ്രദേശത്തുള്ള BOT അടിസ്ഥാനത്തിൽ അനന്തമായ ടൂറിസ്റ്റ് സാധ്യതകൾ ഈ പഞ്ചായത്തിലുണ്ട്. അത് കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി തവണ ഞങ്ങൾ ഭരണസമിതി യോഗങ്ങൾ ആവശ്യപ്പെടുകയുണ്ട്. അത്തരം ടൂറിസ്റ്റ് സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റു വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ കഴിയാതെ ലഭ്യമാകുന്ന തുകയ്ക്കനുസരിച്ച് ഒരു പദ്ധതി ആസൂത്രണം നടപ്പിലാക്കിക്കൊണ്ടുള്ള വൻ പരാജയമാണ് ഈ ഭരണസമിതി നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത്. SDPI വയനാട് ലോക്സഭാ മണ്ഡല പ്രവർത്തക കൺവെൻഷൻ മാർച്ച് 1-ാം തീയതി കൽപ്പറ്റ MC ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൺവെൻഷൻ സംസ്ഥാന ട്രഷറർ അജ്മൽ ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി 1-ാം തീയതി കൽപ്പറ്റ MC ഓഡിറ്റോറിയത്തിൽ വെച്ച് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുകയാണ് SDPI. നിങ്ങൾ ഈ പാർട്ടിയുടെ 6 സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ആഴ്ചയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് വയനാട് പാർലമെൻറ്റ് മണ്ഡലമാണ്. വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ബാബുമണി കരുവാരക്കുണ്ട് എന്ന് പറയുന്ന SDTUവിൻ്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവുമായ ആളാണ് ബാബുമണി കരുവാരക്കുണ്ട്. മീനങ്ങാടി പഞ്ചായത്തിലെ 8-ാം വാർഡിൽ വയോജന കുടുംബശ്രീയുടെ കീഴിൽ രൂപീകരിച്ച ശ്രുതി JLG ഗ്രൂപ്പ് കൃഷി ചെയ്ത ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വിളവെടുപ്പ് ഉദ്ഘാടനം MLA IC ബാലകൃഷ്ണൻ നിർവഹിച്ചു. മീനങ്ങാടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി പൗലോസ് അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അംഗം ഉഷ രാജേന്ദ്രൻ, ഹാരിസ്, സജി, വത്സ വർഗീസ്, നിർമ്മല പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ബത്തേരി സെന്റ് മേരീസ് കോളേജ് റോഡ് നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. 2 കോടി രൂപ ചെലവിൽ കോട്ടക്കുന്ന് മുതൽ കുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസരം വരെയാണ് നവീകരണം. റോഡ് നവീകരിക്കുന്നതോടെ ഇതുവഴിയുള്ള യാത്രാക്ലേശത്തിന് പരിഹാരമാകും. ബത്തേരി കോട്ടക്കുന്ന് നിന്നും ആരംഭിച്ച് സെന്റ് മേരീസ് കുപ്പാടിയിലേക്ക് പോകുന്ന റോഡാണ് നവീകരണ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. 2 കിലോമീറ്റർ 68 മീറ്റർ ദൂരമാണ് നവീകരിക്കുന്നത്. 5 മീറ്റർ വീതിയിൽ ലെവലൈസ്ഡ് ചെയ്താണ് റോഡ് നവീകരിക്കുന്നത്. 2 കോടി രൂപ ചിലവിലാണ് റോഡ് നവീകരണം നടക്കുന്നത്. റോഡിന്റെ നവീകരണം മാർച്ച് മാസത്തോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റോഡ് നവീകരണം പൂർത്തിയാകുന്നതോടെ ഇതുവഴിയുള്ള യാത്രാക്ലേശത്തിന് പരിഹാരമാകും. 2 കോടി രൂപ ആണ് ഗവൺമെൻറ് ബഡ്ജറ്റിൽ വകയിരുത്തിയേക്കുന്ന വർക്കാണ് PWD ആണ് ചെയ്യുന്നത്. പിന്നെ 5.5 മീറ്ററാണ് ഇതിൻ്റെ വീതി വരുന്നത്. ഏകദേശം നമുക്ക് ഈ മാർച്ചോടെ ഈ വർക്ക് ഫിനിഷ് ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. വയനാട് വിഷൻ, ബത്തേരി. തൊണ്ടനാട് പുതുശ്ശേരി ആയുർവേദ ഡിസ്പെൻസറിയുടെ പുതിയ OP ബ്ലോക്ക് കെട്ടിടം MLA OR കേളു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PA കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. നാഷണൽ ആയുഷ് മിഷൻ അനുവദിച്ച 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശാന്തിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെട്ടിടത്തോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന ഔഷധോദ്യാന നിർമ്മാണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ബാബു നിർവഹിച്ചു. ഡോക്ടർ സോണിയ മുഖ്യപ്രഭാഷണം നടത്തി. വികസനത്തിൻ്റെ കാര്യത്തിൽ കേരള ഗവൺമെൻറ്റിന് പണം ഒരു വിഷയമല്ല. പരമാവധി വികസന പരിപാടികൾ ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക ഒരു ആശങ്ക നമുക്ക് വേണ്ട. ആവശ്യമുള്ള സ്ഥലത്ത്
ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ഗവൺമെൻറ്റിന് ഉണ്ട്. ഉദാഹരണമാണ് ഇവിടെ ഇപ്പോൾ കൊള്ളംപാറ പാലം ഉണ്ടാക്കിയ പാലം തന്നെ ഇടിഞ്ഞു പോയി. എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല, തൊട്ട് വേക്കലാൻ തോന്നുന്നു. പക്ഷെ നമുക്ക് ഇടിഞ്ഞു പോയി അനുസരിച്ച് പാലം ഉണ്ടാക്കണ്ടേ? 2.5 കോടി രൂപ വീണ്ടും അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് 2.5 കോടി രൂപ വീണ്ടും ഇപ്പോൾ ഗവൺമെൻറ് കൊടുത്തിരിക്കുകയാണ്. ആദ്യത്തെ ബില്ല് ഇയാൾ മാറിയിട്ട് പോലുമില്ല. അപ്പം അങ്ങനെ ഒരു നല്ല രീതിക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ആ അവസരത്തിൽ നിങ്ങളെല്ലാവരുടെയും ഒരു സഹായ സഹകരണങ്ങളും ഒരു മനോഭാവവും ഒരു പൊതു കാഴ്ചപ്പാടും നാട്ടിലെ സാഹചര്യങ്ങളും ബന്ധങ്ങളൊക്കെ കൂട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. വീണ്ടും പ്രധാന വാർത്തകൾ. ബെന്നി കൈനക്കലിനെതിരെയുള്ള വനംവകുപ്പിന്റെ കള്ളക്കേസ് പിൻവലിക്കണമെന്ന FRF ജില്ലാ സെക്രട്ടറി AC തോമസ്. തെറ്റായ നടപടികളിൽ പ്രതിഷേധിക്കുന്നവരെ തളർത്താനാണ് വനംവകുപ്പിന്റെ നടപടിയെന്ന AC തോമസ്. നീലഗിരിയിലെ കാട്ടുതീ സംയുക്തമായി പ്രതിരോധിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനം. മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിച്ച് LDF. ഭരണസമിതിയെ തിരഞ്ഞെടുത്തത് നറുക്കെടുപ്പിലൂടെ. വയനാടൻ കാപ്പി ബ്രാൻഡിംഗ് നടപടി ആരംഭിച്ചു. പ്രതീക്ഷയോടെ കാപ്പി കർഷകർ. ഉദ്ഘാടനം മാർച്ച് 2-ന്. കൈവശരേഖ ലഭിച്ച ആദിവാസികൾക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ ആനുകൂല്യം ലഭിക്കുന്നില്ലെന്ന പരാതി. കാട്ടിക്കുളം ആലത്തൂർ എസ്റ്റേറ്റിലെ അനധികൃത മരമുറി. പോലീസ് ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.